Welcome to Shida's Talk. Hello everyone. Today I am going to help you to study Class 9 Unit 3 Saga of the Tiffin Carriers Solved Activities. ഞാനിന്ന് 9ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലുള്ള സാഗ ഓഫ് ദി ടിഫിൻ കാരിയേഴ്സ് എന്ന പാഠഭാഗത്തുള്ള ആക്ടിവിറ്റീസ് ആണ് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പാഠഭാഗത്ത് 5 ആക്ടിവിറ്റിയാണുള്ളത്. ഡയറി എൻട്രി, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ, ലെറ്റർ, നോട്ടീസ്, ന്യൂസ് റിപ്പോർട്ട്. ഈ 5 ആക്ടിവിറ്റിയും ഈ വീഡിയോയിൽ ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലാസ് മുഴുവനായിട്ട് കാണുക. ഓക്കെ ഡിയേഴ്സ്, നമ്മളിന്ന് ഈ പാഠഭാഗത്തുള്ള ആക്ടിവിറ്റീസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഡയറി എൻട്രി ആണല്ലേ. അപ്പോൾ മുംബൈ വിത്ത് ഇറ്റ്സ് വൈബ്രൻറ്റ് കൾച്ചർ, യുണീക്ക് എൻ്റർപ്രൈസസ്, ഹിസ്റ്റോറിക് ലാൻഡ്മാർക്സ് ആൻഡ് സ്റ്റണ്ണിങ് കോസ്റ്റ് ലൈൻ in a tourist paradise. Imagine yourself as a tourist on a visit to Mumbai, witnessing by chance the unique and internationally acclaimed Dabbawala system at Church Gate Station. How would you pen your experience and feeling in your diary? അല്ലേ, ഒരു മുംബൈയിലെ ആ ഒരു ഇതൊക്കെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലേ. മുംബൈ എന്ന് പറയുന്ന ആ ഒരു നഗരത്തിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയാണ്, നിങ്ങളൊരു ടൂറിസ്റ്റ് ആണെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് വളരെ അവിചാരിതമായിട്ട് ആ ഒരു ഡബ്ബാവാല സിസ്റ്റം ചർച്ച് ഗേറ്റ് സ്റ്റേഷനിൽ വെച്ചിട്ട് നിങ്ങൾ കാണുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു ഡയറി എൻട്രി എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട്, ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആ പാഠത്തിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡയറി എഴുതാം അല്ലേ. അപ്പോൾ അതെങ്ങനെ എഴുതുകയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ഡയറി എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഡയറി എഴുതുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ് നിർബന്ധമാണ് അല്ലേ. നമ്മൾ ഡേറ്റ്, മന്ത്, ഇയർ, ഡേ ഒക്കെ നമ്മൾ കൊടുക്കണം. ഇവിടെ ഞാനൊരു ഡേറ്റും മന്തും ഇയറൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എഴുതാൻ പോകുന്ന ആ ഒരു സംഭവം എന്താന്ന് വേണമെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. അതത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ ഡേറ്റ് ഫോർമാറ്റ് നിർബന്ധമാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് ആ ഒരു കാര്യം എന്താണ്, അൺഎക്സ്പെക്റ്റഡ് എൻകൗണ്ടർ ദ ഡബ്ബാവാലാസ് ഓഫ് മുംബൈ. കാരണം ഇന്ന് ആ എഴുതുന്ന ആ ഒരു ഡയറി ഇന്നതാണ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്നത് സൈഡ് കൊടുത്തു എന്നേ ഉള്ളൂ, നിർബന്ധമുള്ള കാര്യമല്ല. ടുഡേ വാസ് ആൻ എക്സ്ട്രാ ഓർഡിനറി ഡേ ഫോർ മീ ഇൻ മുംബൈ. ഇന്ന് എനിക്ക് മുംബൈയിൽ ഒരു അസാധാരണമായ ദിവസമായിരുന്നു. ആസ് ഐ വാക്ക് ത്രൂ ദ ക്രൗഡഡ് സ്ട്രീറ്റ് ഐ സ്റ്റംബിൾഡ് അപ്പോൺ എ ഫാസിനേറ്റിംഗ് സൈറ്റ് അറ്റ് ചർച്ച് ഗേറ്റ് സ്റ്റേഷൻ. ഞാൻ മുംബൈയിലെ തിരക്ക് പിടിച്ച തെരുവിലൂടെ നടക്കുമ്പോൾ ചർച്ച് ഗേറ്റ് സ്റ്റേഷനിലുള്ള കൗതുകരമായ ഒരു കാഴ്ച കണ്ട് ഒന്ന് നിന്നുപോയി. ദ ബസ്ലിംഗ് അറ്റ്മോസ്ഫിയർ വാസ് ഫിൽഡ് വിത്ത് ദ ക്രാഷ് ഓഫ് ക്രേറ്റ്സ് ആൻഡ് ദ ക്ലാങ് ഓഫ് ടിഫിൻ കാരിയേഴ്സ് ബീയിങ് സോർട്ടഡ് ബൈ ദ ഡബ്ബാവാലാസ്. തിരക്കേറിയ ആ ഒരു അന്തരീക്ഷം പെട്ടികളുടെ തട്ടലും മുട്ടലും ടിഫിൻ ബോക്സിന്റെ മുട്ടലും കൊണ്ട് നിറഞ്ഞിരുന്നു. ദെൻ വാട്ട് എ വൈബ്രന്റ് സീൻ ഇറ്റ് വാസ്. ഇതെന്തൊരു ചടുലമായ അല്ലെങ്കിൽ എന്തൊരു ഊർജ്ജസ്വലമായ രംഗമായിരുന്നു. എമിസ്റ്റ് ദ കയോസ് I found myself in conversation with the president of Mumbai Tiffin Box Suppliers Association and other members. ഈ ഒരു തിരക്കിനിടയിലും ഈ ഒരു കയോസ് എന്ന് പറയുമ്പോൾ ആ ഒരു അലങ്കോലമായ ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥയിലും ഞാൻ മുംബൈ ടിഫിൻ ബോക്സ് സപ്ലയേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റിനോടും മറ്റു മെമ്പേഴ്സിനോടും കണ്ടെത്തി അല്ലെ, അവരോട് സംസാരിക്കുന്നതിന് വേണ്ടി അവരെ കണ്ടെത്തി. ഹൗ റിമാർക്കബിൾ ഇറ്റ് വാസ് ടു ലേൺ അബൌട്ട് ദർ യുണീക് ഡബ്ബാവാല സിസ്റ്റം. അവരുടെ അതുല്യമായ ഒരു ഡബ്ബാവാല സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുന്നത് എന്തൊരു ശ്രദ്ധേയമായിരുന്നു. ഡിഡ് യു നോ ദാറ്റ് they deliver homemade meals to nearly 2 lakh customers every day. അപ്പൊ അത് നമ്മളോട് തന്നെ ചോദിക്കുന്നത്, എനിക്കറിയോ അവര് എല്ലാ ദിവസവും 2 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സിന് ഈ ഫുഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഡെലിവറി, ഹോം മെയ്ഡ് മീൽസ്, വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണം ഡെലിവർ ചെയ്യുന്നുണ്ട്. ഡെസ്പൈറ്റ് ദ ചാലഞ്ചസ് ദർ ഡെഡിക്കേഷൻ റിമെയിൻസ് അൺവെവറിങ്. അതായത് ഈ ഒരു വെല്ലുവിളികൾക്കിടയിലും ഒരുപാട് വെല്ലുവിളികളൊക്കെ നമ്മൾ ആ പാഠത്തിൽ പറയുന്നുണ്ട് അല്ലെ. ആ ഒരു ട്രെയിനിലേക്ക് അവർ പോകുന്നതും ആ ഒരു തിരക്കേറിയ നഗരത്തിലുള്ള ആ ഒരു അവസ്ഥ, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും വെല്ലുവിളികൾക്കിടയിലും അവരുടെ ആ ഒരു അർപ്പണബോധം അചഞ്ചലമായി തുടരുന്നു. As I observed the trays being sorted and loaded onto cars, cycles, and even draped around the necks of the delivery dabbawalas,
I couldn't help but marvel at their precision and efficiency. അപ്പോൾ ഞാൻ അവരുടെ ആ ഒരു ഇതൊക്കെ ലഞ്ച് ബോക്സ് ഒക്കെ ലോഡ് ചെയ്യുന്നതും ഏതിലൊക്കെയാണ് അവർ ലോഡ് ചെയ്യുന്നത് അതൊക്കെ സോർട്ട് ചെയ്ത് കാർഡ്സിലും സൈക്കിളിലും കൂടാതെ മാല പോലെ കഴുത്തിലൊക്കെ ഡബ്ബാവാലാസ് ഇട്ടിട്ടാണ് ഈ ലഞ്ച് ബോക്സ് കൊണ്ടുപോകുന്നത് അല്ല. അപ്പൊ അതൊക്കെ നോക്കി നിന്നപ്പോ നിരീക്ഷിച്ചപ്പോ എനിക്ക് അവരുടെ ആ ഒരു എഫിഷ്യൻസിയിലും കാര്യക്ഷമതയിലും കൃത്യതയിലും ഒക്കെ എനിക്ക് അത്ഭുതപ്പെടാതിരിക്കാൻ കഴിഞ്ഞില്ല. വാട്ട് ആൻ ഇൻക്രെഡിബിൾ ഡിസ്പ്ലേ ഓഫ് ടീം വർക്ക് ആൻഡ് ഡിസിപ്ലിൻ. അവരുടെ എന്തൊരു അവിശ്വസനീയമായ ടീം വർക്കും ഡിസിപ്ലിനുമാണ്. വിറ്റ്നസിംഗ് ദർ കമ്മിറ്റ്മെന്റ് ടു എക്സലൻസ് ലെഫ്റ്റ് മീ ഇൻ മികവിനോടുള്ള അവരുടെ പ്രതിബദ്ധത എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ലീവിംഗ് ചർച്ച് ഗേറ്റ് സ്റ്റേഷൻ I felt grateful for the chance to witness the magic of the ഡബ്ബാവാലാസ്. അങ്ങനെ ആ ഒരു ചർച്ച് ഗേറ്റ് സ്റ്റേഷനിൽ പോകുമ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ആ ഒരു ചാൻസ് അവരുടെ ആ ഒരു ഇന്ദ്രജാലം കാണുന്നതിന് എനിക്ക് ആ ഒരു ചാൻസ് കിട്ടിയതിൽ എനിക്ക് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അതായത് നമ്മൾ ആ ഒരു അങ്ങനെ ഒരു സീന് കാണാൻ കിട്ടിയ അവസരം എനിക്ക് വളരെയധികം ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നുന്നു. Their enduring saga is testament to the vibrant culture and spirit of Mumbai. മുംബൈയുടെ ഊർജ്ജസ്വലമായ സംസ്കാരത്തിന്റെയും മുംബൈയുടെ ഊർജ്ജസ്വലമായ സംസ്കാരത്തിന്റെയും ചൈതന്യത്തിന്റെയും തെളിവാണ് അവരുടെ ശാശ്വതമായ കഥ. വാട്ട് ആൻ അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് ഇറ്റ് വാസ്. ഇത് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു അനുഭവമാണ്. ട്രൂലി ഐ വിൽ ചെറിഷ് ദിസ് മെമ്മറി ഫോർ ഇയേഴ്സ് ടു കം. ഈ ഓർമ്മ വരും വർഷങ്ങളിലും ഞാൻ കാത്തു സൂക്ഷിക്കും. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു ഡയറി എൻട്രി എഴുതാം. സെക്കൻഡ് ആക്ടിവിറ്റി എന്താണ്? The unparalleled efficiency and organizational skill of Dabbawalas have earned them worldwide recognition. അല്ലെ, നമ്മുടെ ഡബ്ബാവാലകളുടെ സമാനതകളില്ലാത്ത ആ ഒരു കാര്യക്ഷമതയും ഓർഗനൈസേഷണൽ സ്കില്ലെല്ലാം അവരെന്ത് ചെയ്തിട്ടുണ്ട്, രാജ്യവ്യാപകമായിട്ട് ഒരു എന്താ പറയാ ആദരവ് പിടിച്ചു പറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആസ് എ ജേർണലിസ്റ്റ് ഹു അഡ്മയേഴ്സ് ദിസ് ഫ്ലോലെസ് സിസ്റ്റം യു ഡിസൈഡ് ടു ഇന്റർവ്യൂ ദ സെക്രട്ടറി ഓഫ് ദ ഡബ്ബാവാല അസോസിയേഷൻ. ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾ അവരുടെ ആ ഒരു പ്രവർത്തനത്തെ അഡ്മയർ ചെയ്യുകയും നിങ്ങൾ എന്ത് ചെയ്യുന്നു, അവരെ ഇന്റർവ്യൂ ചെയ്യുന്നു അല്ലെ. ഡബ്ബാവാല അസോസിയേഷന്റെ സെക്രട്ടറിയെ എന്ത് ചെയ്യുന്നു, ഇന്റർവ്യൂ ചെയ്യുന്നു. ഫ്രെയിം എ ഫ്യൂ ക്വസ്റ്റ്യൻ ദാറ്റ് യു വുഡ് ആസ്ക് ദ സെക്രട്ടറി. അപ്പൊ ആ ഒരു സെക്രട്ടറിയോട് ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യുക അല്ലെ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 10 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വേർ ഡിഡ് യു സ്റ്റാർട്ട് ദ ഓർഗനൈസേഷൻ? എവിടെയാണ് ഈ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത്? വാട്ട് ഡസ് യുവർ ഓർഗനൈസേഷൻ ഡു? നിങ്ങളുടെ ഈ ഓർഗനൈസേഷൻ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ചസ് ഇൻ യുവർ വർക്ക്? നിങ്ങളുടെ വർക്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? വാട്ട് ഇൻസ്പയർഡ് ദ ക്രിയേഷൻ ഓഫ് ദ ഡബ്ബാവാല സിസ്റ്റം? ഈ ഒരു സിസ്റ്റം തുടങ്ങുന്നതിന് നിങ്ങൾക്ക് എന്താണ് ഇൻസ്പയർ ആയിട്ടുള്ളത്? ഹൗ ഡു യു ട്രെയിൻ ഡബ്ബാവാലാസ് ടു മെയിൻറ്റെയിൻ എഫിഷ്യൻസി ആൻഡ് ക്വാളിറ്റി? ആ ഒരു ക്വാളിറ്റിയും എഫിഷ്യൻസി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് എന്ത് ട്രെയിനിങ് ആണ് നിങ്ങൾ, എങ്ങനെയാണ് അവരെ ട്രെയിൻ ചെയ്യുന്നത് ഡബ്ബാവാലാസിനെ? വാട്ട് കീ റൂൾസ് മസ്റ്റ് ഡബ്ബാവാലാസ് ഫോളോ ഇൻ ദർ വർക്ക്? അവരുടെ വർക്കിൽ പ്രധാനപ്പെട്ട എന്തൊക്കെ റൂൾസ് നിയമങ്ങളാണ് അവർ ഫോളോ ചെയ്യേണ്ടത്? ഹൗ ഡു യു എൻഷുർ ടൈംലി ഡെലിവറീസ് ഇൻ മുംബൈസ് ബിസി സ്ട്രീറ്റ്? മുംബൈ പോലുള്ള മുംബൈയുടെ ഈ ഒരു തിരക്ക് പിടിച്ച തെരുവുകളിൽ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ടൈമിൽ തന്നെ ആ ഡെലിവറി എത്തിക്കുന്ന കാര്യം എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത്? ഹു ഡെവലപ്പ് ദ കോഡിംഗ് സിസ്റ്റം? ഹൗ ഡസ് ഇറ്റ് വർക്ക്? ആരാണ് ഈ ഒരു കോഡിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്? അത് എങ്ങനെയാണ് അതിന്റെ ആ ഒരു വർക്കിംഗ് രീതി, അല്ല അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? വാട്ട് സ്കിൽസ് ആൻഡ് ക്വാളിറ്റീസ് ആർ നീഡഡ് ടു ബിക്കം എ ഡബ്ബാവാല? ഒരു ഡബ്ബാവാലക്ക് എന്തൊക്കെ ക്വാളിറ്റീസും എന്തൊക്കെ സ്കില്ലും ആണ് ഉണ്ടാവേണ്ടത്? വാട്ട് റോൾ ഡസ് ടീം വർക്ക് പ്ലേ ഇൻ ദ സക്സസ് ഓഫ് ദി ഡബ്ബാവാല സിസ്റ്റം? അല്ലെ, ഈ ഒരു ഡബ്ബാവാല സിസ്റ്റത്തിന്റെ വിജയത്തിന് ടീം വർക്കിന്റെ ആ ഒരു റോൾ എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. അതൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ആ പാഠത്തു നിന്നുള്ള അവരുടെ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഇന്റർവ്യൂയുടെ ഈ ഒരു സെക്കൻഡ് ആക്ടിവിറ്റിയുടെ ആൻസർ എഴുതാം. തേർഡ് ആക്ടിവിറ്റി എന്താ? ലെറ്റർ ആണ് അല്ലെ.
The remarkable efficiency of the Dabbawala is truly admirable. As the secretary of the youth welfare organization of your locality, you decide to write a letter to the office bearers of the Dabbawala Association expressing your sincere appreciation for the service. Draft the letter. അപ്പോൾ ഇവിടെ നമ്മളോട് പറയുന്നത് എന്താണ്, നിങ്ങളുടെ ആ ഒരു സ്ഥലത്തുള്ള യൂത്ത് വെൽഫെയർ ഓർഗനൈസേഷൻ്റെ സെക്രട്ടറി എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ ആ ഒരു എഫിഷ്യൻസിയെക്കുറിച്ചൊക്കെ അതൊക്കെ അഡ്മയർ ചെയ്തുകൊണ്ട് ഒരു കത്ത് അല്ലേ, ഒരു യുവർ സിൻസിയർ എപ്രീസിയേഷൻ, നിങ്ങളുടെ ഒരു ആത്മാർത്ഥമായ അനുമോദനം ആരെ അറിയിക്കുക, ഡബ്ബാവാല അസോസിയേഷനെ അറിയിക്കുക. അപ്പോൾ അതിനുള്ള ഒരു ലെറ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലെറ്റർ ഇതിപ്പോൾ ഒരു ഫോർമൽ ലെറ്ററാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഫോർമൽ ലെറ്റർ എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ലെറ്റർ എഴുതുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആ ഒരു ഫോർമാലിറ്റീസ് കീപ്പ് ചെയ്യണം അല്ലേ. ഇതൊരു ഫോർമൽ ലെറ്ററാണ്, അതായത് നമുക്ക് പരിചയമില്ല ഒരു ഓഫീസിലേക്ക് ആ ഒരു രീതിയിലേക്ക് നമ്മൾ അയക്കുന്ന ഒരു കത്താണ്. ഇൻഫോർമൽ ലെറ്ററാണ് നമ്മൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും അയക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഫ്രം ടു ഒക്കെ ഈ ഒരു കത്തിന് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തെഴുതാം, ഫ്രം അല്ലേ. ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റേഴ്സ് അഡ്രസ്സ്. അപ്പോൾ സെൻറ്റേഴ്സ് അഡ്രസ്സ് നമ്മളിവിടെ ദ സെക്രട്ടറി YMC യൂത്ത് വെൽഫെയർ ക്ലബ്ബ്, ഒരു ക്ലബിൻ്റെ പേര് ജസ്റ്റ് കൊടുത്തന്നേ ഉള്ളൂ കേട്ടോ, കണ്ണൂർ. അപ്പോൾ അതിനുശേഷം നമ്മൾ എഴുതുന്ന ആ ഒരു ഡേറ്റ് 13 നവംബർ 2024. അത് കഴിഞ്ഞ് 2 നമ്മൾ എഴുതണം. അപ്പോൾ 2 ദ പ്രസിഡൻറ്റ് ഡബ്ബാവാല അസോസിയേഷൻ മുംബൈ. അത് കഴിഞ്ഞ് നമുക്ക് സാല്യൂട്ടേഷനിലേക്ക് കിടക്കാം. ഡിയർ സർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സർ. ഇതിപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ജസ്റ്റ് ഡിയർ സർ എന്ന് എഴുതി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അത് കഴിഞ്ഞ് അതിന് താഴെ സബ്ജക്റ്റ് കൊടുക്കണം. എപ്രീസിയേഷൻ ഫോർ ഡബ്ബാവാല സർവീസ്, അതായത് അവരുടെ സർവീസിനുള്ള ഒരു എപ്രീസിയേഷൻ. അതിന് നമുക്ക് കണ്ടൻറ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായിരിക്കണം, അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞ് ഒരു ക്ലോസിംഗ് ഒക്കെ ഒരു ലെറ്ററിന് ഉണ്ടായിരിക്കണം. ആ രീതിയിൽ പാരഗ്രാഫ് തിരിച്ചിട്ട് തന്നെയാണ് ഇവിടെയും ലെറ്റർ എഴുതിയിട്ടുള്ളത്. ആസ് ദ സെക്രട്ടറി ഓഫ് ദി YMC യൂത്ത് വെൽഫെയർ ക്ലബ് കണ്ണൂർ, ഐ എം റൈറ്റിംഗ് ടു എക്സ്പ്രസ് അവർ സിൻസിയർ എപ്രീസിയേഷൻ ഫോർ ദ റിമാർക്കബിൾ സർവീസ് യുവർ ഓർഗനൈസേഷൻ പ്രൊവൈഡ്സ് ടു ദ ഓഫീസ് വർക്കേഴ്സ് ഓഫ് മുംബൈ. അപ്പോൾ YMC യൂത്ത് വെൽഫെയർ കണ്ണൂരുള്ള YMC യൂത്ത് വെൽഫെയർ ക്ലബിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ എൻ്റെ ആ ഒരു അപ്രീസിയേഷൻ, അനുമോദനം, നിങ്ങളുടെ ഏതിനു വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ശ്രദ്ധേയമായ സർവീസ്, നിങ്ങളുടെ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ശ്രദ്ധേയമായ ആ ഒരു സർവീസിന് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ അനുമോദനങ്ങൾ അറിയിക്കുന്നു. ദ എഫിഷ്യൻസി, ഡെഡിക്കേഷൻ ആൻഡ് ഡിസിപ്ലിൻ ഓഫ് ദ ഡബ്ബാവാലാസ് ആർ ട്രൂലി അഡ്മിറബിൾ. നിങ്ങളുടെ ആ ഒരു കാര്യക്ഷമതയും അർപ്പണബോധവും ഡിസിപ്ലിനും എല്ലാം എന്താണ്, വളരെയധികം അഡ്മിറബിളാണ്. ദെൻ ഇൻ എ ബിസി സിറ്റി ലൈക്ക് മുംബൈ യുവർ വർക്ക് ഹെൽപ്പ് മെനി പീപ്പിൾ. മുംബൈ പോലുള്ള ആ ഒരു ബിസി സിറ്റിയിൽ നിങ്ങളുടെ ആ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. വി ബിലീവ് യുവർ കമ്മിറ്റ്മെൻറ്റ് ടു ഡെലിവറിങ് ഹോം കുക്ക്ഡ് മീൽസ് വിത്ത് സച്ച് പ്രിസിഷൻ ഈസ് ഗ്രേറ്റ് എക്സാമ്പിൾ ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് ടീം വർക്ക്. യുവർ സർവീസ് ഈസ് ഗ്രേറ്റ് ഹെൽപ്പ് ടു ദ വർക്കിംഗ് കമ്മ്യൂണിറ്റി ഓഫ് മുംബൈ. അപ്പോൾ എന്താണ് പറയുന്നത്, നിങ്ങളുടെ വി ബിലീവ് യുവർ കമ്മിറ്റ്മെൻറ്റ് ടു ഡെലിവറിങ് ഹോം കുക്ക്ഡ് മീൽസ്, നിങ്ങളുടെ ആ ഒരു കൃത്യനിഷ്ഠയും ആ ഒരു ഹാർഡ് വർക്കിൻ്റെയും ടീം വർക്കിൻ്റെയും ശരിക്കുള്ള ഒരു തെളിവാണ് എന്തെന്ന്, വളരെ കാര്യക്ഷമമായിട്ട് തന്നെ നിങ്ങൾ ആ ഹോം കുക്ക്ഡ് മീൽസ് വിശ്വസനീയമായി എന്ത് ചെയ്യുന്നത്, ഡെലിവർ ചെയ്യുന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. യുവർ സർവീസ് ഈസ് ഗ്രേറ്റ് ഹെൽപ്പ് ടു ദ വർക്കിംഗ് കമ്മ്യൂണിറ്റി ഓഫ് മുംബൈ. മുംബൈയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ഈ ഒരു സർവീസ് വളരെ വലിയ ഒരു സഹായമാണ്. വി ഗ്രേറ്റ്ലി അഡ്മയർ യുവർ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സർവീസ് മെൻറ്റാലിറ്റി. നിങ്ങളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയും സർവീസ് മെൻറ്റാലിറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്മയർ ചെയ്യുന്നു. താങ്ക് യു ഫോർ യുവർ ഔട്ട്സ്റ്റാൻഡിങ് സർവീസ് ആൻഡ് ഹാർഡ് വർക്ക്. വി ലുക്ക് ഫോർവേഡ് ടു ലേണിംഗ് മോർ ഫ്രം യുവർ ഇൻക്രെഡിബിൾ ജേർണി. അപ്പോൾ അതും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം, വാം റിഗാർഡ്സ് ആശംസകളോടെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ആ ഒരു നെയിം എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നെയിം ST എന്ന് എഴുതിയിട്ട് ആ ഒരു സെക്രട്ടറി YMC യൂത്ത് വെൽഫെയർ ക്ലബ്ബ് എന്നുള്ള രീതിയിൽ നമുക്ക് ലെറ്റർ ഇവിടെ അവസാനിപ്പിക്കാം. കാരണം ഒരു ഫോർമൽ ലെറ്റർ ആയതുകൊണ്ട് തന്നെ വേറെ കൂടുതലായിട്ടൊന്നും നമ്മൾ വാരി വിളിച്ച് എഴുതാനുള്ള ജസ്റ്റ് കണ്ടൻറ്റ് മാത്രം നമ്മൾ പറഞ്ഞാൽ മതിയാകും. ആക്ടിവിറ്റി 4 എന്താണ്, നോട്ടീസ് ആണ് അല്ലേ.
ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് ഓഫ് മുംബൈ ഫാസിനേറ്റഡ് യു ആൻഡ് യുവർ ഫ്രണ്ട്സ്. നിങ്ങളെയും നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സാഗ, ഈ ടിഫിൻ കാരിയേഴ്സിന്റെ ആ ഒരു കഥ എന്ത് ചെയ്തിട്ടുണ്ട്? അട്രാക്ട് ചെയ്തിട്ടുണ്ട്. യു വിഷ് ടു അപ്രീഷിയേറ്റ് ആൻഡ് ഹോണർ ദ മെമ്പേഴ്സ് ഓഫ് ദ ഡബ്ബാവാല അസോസിയേഷൻ അറ്റ് ദ സ്കൂൾ ആനുവൽ ഡേ സെലിബ്രേഷൻസ്. അപ്പൊ നിങ്ങളുടെ സ്കൂൾ ആനുവൽ ഡേ സെലിബ്രേഷൻസിൽ നിങ്ങൾ ഈ ഡബ്ബാവാല അസോസിയേഷന്റെ മെമ്പേഴ്സിനെ ആദരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, വിഷ് ടു അപ്രീഷിയേറ്റ് ആൻഡ് ഓണർ, അവരെ ആദരിക്കാനും അനുമോദിക്കാനും തീരുമാനിക്കുന്നു. ഡ്രാഫ്റ്റ് എ നോട്ടീസ് ഇൻഫോമിംഗ് ദ പബ്ലിക് അബൌട്ട് ദ ഇവന്റ്. അപ്പോൾ പൊതുജനങ്ങളെ ഈ ഒരു പരിപാടിയെ കുറിച്ച് അറിയിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കുക. അപ്പൊ നമുക്ക് ആ നോട്ടീസ് ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഒരു നോട്ടീസ് എഴുതുമ്പോഴും നമ്മൾ പാലിക്കേണ്ട കുറച്ച് രീതികളുണ്ട്, അല്ലേ? ആദ്യം ആ ഒരു ഓർഗനൈസേഷൻ്റെ പേര്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു സ്കൂൾ, ജസ്റ്റ് നമ്മൾ ബോർഡ് എക്സാം ഒന്നും എഴുതുമ്പം പ്രത്യേകിച്ച് സ്കൂളിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും മെൻഷൻ ചെയ്യരുത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ABC സ്കൂൾ എന്നുള്ള രീതിയിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ ABC സ്കൂൾ കണ്ണൂർ, അതിൻ്റെ താഴെ നോട്ടീസ് എന്ന് കൊടുക്കുക. എന്നിട്ട് അടുത്തത് ടൈറ്റിൽ കൊടുക്കണം. ആദ്യം നമ്മൾ ഏത് നോട്ടീസ് തയ്യാറാക്കുമ്പം ഓർഗനൈസേഷൻ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ പേര് കൊടുക്കുക, നോട്ടീസ് അതിൻ്റെ താഴെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു നമ്മുടെ കണ്ടന്റിനോട് ചേരുന്ന ഒരു ടൈറ്റിൽ കൊടുക്കുക. ഇപ്പോൾ ഹോണറിങ് സെറമണി ഫോർ ആനുവൽ ഡേ, അല്ലെ? ആനുവൽ ഡേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഹോണറിങ് സെറമണി നടത്തുന്നുണ്ട്. അപ്പോൾ അതെന്താന്നുള്ള ഡീറ്റെയിൽ നമുക്കിവിടെ പറയാം. ഓക്കെ. Dear friends, this is to inform you that the English club of our school has decided to honor the members of the Mumbai Dabbawala Association during our annual day. അപ്പോൾ ആദ്യം സാലുട്ടേഷൻ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പറയാണ്, നമ്മുടെ സ്കൂൾ ആനുവൽ ഡേക്ക് എന്ത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്? മുംബൈ ഡബ്ബാവാല അസോസിയേഷനെ ആദരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ജോയിൻ അസ് ഇൻ സെലിബ്രേറ്റിംഗ് ദർ ഹാർഡ് വർക്ക് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് വിറ്റ്നസ് സ്പെഷ്യൽ പെർഫോമൻസസ് ഹൈലൈറ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഡബ്ബാവാല സിസ്റ്റം ഇൻ അവർ കമ്മ്യൂണിറ്റി. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് സെലിബ്രേറ്റ്, ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ ക്ഷണിക്കുന്നതാണ്, അല്ലേ? ഓക്കെ. ഓൾ ആർ വെൽക്കം ടു ദ സെലിബ്രേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രധാനമായിട്ടും എന്ത് ചെയ്യണം? ജസ്റ്റ് ആ ഒരു കണ്ടൻറ്റ് നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഡേറ്റ്, ടൈം, വെന്യൂ അത് കൃത്യമായിട്ട് കൊടുക്കുക. ഓക്കെ. അതിനുശേഷം പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വെൽക്കം സ്പീച്ച്, പ്രസിഡൻഷ്യൽ അഡ്രസ്, ഇനോഗ്രൽ അഡ്രസ്സ്, ഫെലിസിറ്റേഷൻ, വോട്ട് ഓഫ് താങ്ക്സ്, ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ടും കൊടുത്തിരിക്കണം. കാരണം ചില നോട്ടീസിലൊക്കെ എടുത്ത് പറയും പ്രോഗ്രാം ഡീറ്റെയിൽസ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ പ്രോഗ്രാം ഡീറ്റെയിൽസ് വരുന്ന രീതിയിൽ തന്നെയുള്ള ഒരു നോട്ടീസ് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരമായിരിക്കും. അപ്പോൾ പ്രോഗ്രാം ഡീറ്റെയിൽസിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു 5 കാര്യം നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തുക. വെൽക്കം സ്പീച്ച്, പ്രസിഡൻഷ്യൽ അഡ്രസ്സ്, ഇനോഗ്രൽ അഡ്രസ്സ്, ഫെലിസിറ്റേഷൻ, വോട്ട് ഓഫ് താങ്ക്സ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പേര് കൊടുക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് സെക്രട്ടറി ദ പ്രോഗ്രാം കമ്മിറ്റി, അതൊക്കെ ഒരു പേര് പറഞ്ഞിട്ട് തന്നെ ബ്രാക്കറ്റിൽ എന്ത് ചെയ്യാം? സെക്രട്ടറി ദ പ്രോഗ്രാം കമ്മിറ്റി. അതിന് പ്രസിഡൻഷ്യൽ അഡ്രസ്സ്, ഇപ്പം നിങ്ങളുടെ പ്രിൻസിപ്പാളിൻ്റെ പേര് പറയാം, എന്നിട്ട് ബ്രാക്കറ്റിൽ ദ സ്കൂൾ പ്രിൻസിപ്പാൾ. ആ ഒരു രീതിയിൽ ചെയ്യാം. ഇനി ഹോണറബിൾ MLA എന്ന് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പേര് കൊടുത്തിട്ട് അവിടെ ബ്രാക്കറ്റിൽ ഹോണറബിൾ MLA ആ രീതിയിൽ ചെയ്യാം കേട്ടോ. അതിനുശേഷം ആ ഒരു നമ്മുടെ പ്ലേസ് എഴുതുക. നെക്സ്റ്റ് റൈറ്റ് സൈഡിൽ സെക്രട്ടറി പ്രോഗ്രാം കമ്മിറ്റി എന്നും കൂടി എഴുതിയിട്ട് നമുക്ക് നോട്ടീസ് അവിടെ അവസാനിപ്പിക്കാം. നോട്ടീസൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്ക് നേടാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ആ മോഡൽ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. പാഠഭാഗത്തുള്ള ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്, അല്ലേ? ന്യൂസ് റിപ്പോർട്ട്. ദ സ്കൂൾ ആനുവൽ ഡേ സെലിബ്രേഷൻ വാസ് എ ഫീസ്റ്റ് ഫോർ ദ ഐസ്. അപ്പൊ നമ്മൾ സ്കൂൾ ആനുവൽ ഡേ സെലിബ്രേഷന്റെ നോട്ടീസ് ആദ്യം തയ്യാറാക്കി. അപ്പൊ ആ ഒരു പ്രോഗ്രാം എല്ലാവർക്കും വളരെയധികം ഒരു ഫീസ്റ്റ്, ഒരു സദ്യ അത്രയധികം നന്നായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ദ ഹൈലൈറ്റ്സ് ഓഫ് ദ ഡേ വാസ് ദ സെറിമണി ഓഫ് ഹോണർ ദ ഡബ്ബാവാല. അപ്പൊ ആ ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട ആ ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ ഡബ്ബാവാലാസിന്റെ ആദരിച്ച ചടങ്ങാണ്, അല്ലെ? ദിസ് വാസ് വൈഡ്ലി റിപ്പോർട്ടഡ് ഇൻ മീഡിയ. അപ്പൊ ഇത് മീഡിയയിൽ എന്ത് ചെയ്തു? റിപ്പോർട്ട് ചെയ്തു. ഡ്രാഫ്റ്റ് ദ ലൈക്ലി ന്യൂസ് റിപ്പോർട്ട്. അപ്പൊ നിങ്ങളുടെ ഈ ആനുവൽ ഡേയുടെ പരിപാടിയെ കുറിച്ചിട്ടും ഈ ഒരു ഡബ്ബാവാലാസിനെ ആദരിച്ച കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കണം. നമുക്ക് അത്തരത്തിലുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു
നോട്ടീസ് എഴുതിയ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ന്യൂസ് റിപ്പോർട്ടും തയ്യാറാക്കാം. ന്യൂസ് റിപ്പോർട്ടിന് ആദ്യം തന്നെ ഒരു ടൈറ്റിൽ വേണം അല്ലേ. അപ്പോൾ ഡബ്ബാവാലാസ് ഹോണേർഡ് അറ്റ് ABC സ്കൂൾ സെലിബ്രേഷൻസ്. അപ്പോൾ ABC സ്കൂളിലെ സെലിബ്രേഷനിൽ ഡബ്ബാവാലകളെ ആദരിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഹെഡിങ് കൊടുത്തു. അതിനുശേഷം അവിടെ ഡേറ്റ് കൊടുത്ത് സ്റ്റാഫ് റിപ്പോർട്ടറിന് കൊടുക്കുക. അതിന് പ്ലേസ് കൊടുക്കുക. ഒരു പ്ലേസ് കൊടുത്തിട്ട് നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം. The ABC School's annual day celebrations concluded yesterday at the school auditorium, leaving a lasting impression on all who attended. അറ്റൻഡ് ചെയ്ത എല്ലാവരിലും വളരെ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിക്കൊണ്ട് ABC സ്കൂളിലെ ആനുവൽ ഡേ സെലിബ്രേഷൻ ഇന്നലെ അവരുടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ദ ഹൈലൈറ്റ് ഓഫ് ദ ഇവൻറ്റ് വാസ് ദ സ്പെഷ്യൽ സെറമണി ഹോണറിങ് ദ ഡബ്ബാവാലാസ് ഓഫ് മുംബൈ. അതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഇവൻ്റ് എന്ന് പറയുന്നത് ഒരു ഡബ്ബാവാലകളെ ആദരിച്ച ആ ഒരു ചടങ്ങായിരുന്നു. ദ ഡേ ലോങ് ഫെസ്റ്റീവ്സ് വെയർ ഇനോഗ്രേറ്റഡ് ബൈ ദ ഓണറബിൾ മിനിസ്റ്റർ ഫോർ കൾച്ചറൽ അഫയേഴ്സ്. അപ്പോൾ നമ്മൾ ഇതിൽ MLA എന്നാണ് കൊടുത്തത്, ഇത് ന്യൂസിലേക്ക് മിനിസ്റ്റർ ഇനോഗ്രേറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അത് എങ്ങനെയാലും കുഴപ്പമില്ല. അത് നമ്മൾ ആ ഒരു നോട്ടീസ് തന്നിട്ട് അതിനെയാണ് നമ്മൾ ന്യൂസ് റിപ്പോർട്ട് ആക്കുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും മാറിപ്പോവാതെ തന്നെ ചെയ്യണം. ഇത് നമ്മൾ സെപ്പറേറ്റ് ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ അത് വലിയ കുഴപ്പമില്ല. ഓക്കെ, ദെൻ the day-long festivities were inaugurated by the Honorable Minister for Cultural Affairs. The tribute to the Dabbawalas, renowned for their dedicated service in delivering home-cooked meals to thousands of office workers in Mumbai, was met with widespread appreciation. അപ്പോൾ അവരുടെ ആ ഒരു പ്രവർത്തനം, ആ ഒരു അർപ്പണബോധവും പ്രവർത്തനത്തിനൊക്കെയുള്ള ആ ഒരു അനുമോദനമായിരുന്നു ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കൊടുത്തിട്ട് പേപ്പറിൽ നമ്മളൊരു ന്യൂസ് എങ്ങനെയാണ് ഉണ്ടാവുകയെന്നറിയില്ലേ, അതുപോലെ കൊടുക്കുക. ദ പ്രസിഡൻറ്റ് ഓഫ് ദി ഡബ്ബാവാല അസോസിയേഷൻ എക്സ്പ്രസ്ഡ് ഹാർട്ട്ഫെൽറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ ഹിസ് സ്പീച്ച് താങ്കിങ് ദ സ്കൂൾ ഫോർ ദ റെക്കഗ്നേഷൻ. അപ്പോൾ പ്രസിഡൻറ്റ്, ഡബ്ബാവാല അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് അവരുടെ നന്ദി അറിയിച്ചു. The celebrations were a joyful occasion not only for the students and staff but for the entire local community including the alumni of the school. അപ്പോൾ ഈ സെലിബ്രേഷൻ എന്ന് പറയുന്നത് വളരെ ജോയസ് ആയിട്ടുള്ള ഒരു വളരെ നല്ലൊരു ആനന്ദകരമായ നിമിഷമായിരുന്നു. കുട്ടികൾക്കും സ്റ്റാഫിനും മാത്രമല്ല, അവിടെയുള്ള എൻ്റയർ ലോക്കൽ കമ്മ്യൂണിറ്റിയും മുന്നേ പഠിച്ചിറങ്ങിയ കുട്ടികൾക്കും എല്ലാവർക്കും അത്ര നല്ലൊരു അനുഭവമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം, ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൻ്റെ കാര്യം മറന്നു പോകരുത്.